നമ്മൾ കാണാത്ത കേൾക്കാത്ത ഒരു പ്രപഞ്ച ശക്തിയുണ്ട്, ഒരു സാങ്കല്പിക ശക്തി. അതിനെ ദൈവം എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക. ദൈവമില്ല എന്ന് ശക്തമായി പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ ആവലാതിപ്പെടേണ്ട, ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, കഴിയുമെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകണം. എന്തിനാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഒരു വിശ്വാസവും അതിലുപരി ഒരു ഊർജവുമാണ്. മാനസികമായി നമ്മൾ തളർന്നിരിക്കുന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ നമുക്ക് സങ്കടങ്ങൾ കൂടുതലാണെങ്കിൽ ആരോട് പറയും? നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ദൈവമെന്ന് വിളിക്കപ്പെടുന്നവരോട് പറയും, അല്ലേ? അതിന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നു. എൻ്റെ അഭിപ്രായം ഇതാണ്: നിങ്ങൾ ദൈവവിശ്വാസവുമായി മുന്നോട്ട് തന്നെ പോകണം. നിങ്ങൾക്കൊരിക്കലും ഒരു പരാജയം ഉണ്ടാവില്ല. അഥവാ ദൈവമില്ല എന്ന് പറയുന്നവരുടെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ അതാണ് വിശ്വസിക്കുന്നെങ്കിൽ, അതാണ് ശരി എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് ആ പാതയിലൂടെ സഞ്ചരിക്കാം. പക്ഷെ ഒന്ന് ഓർക്കുക, വളരെ ലഘുവായി ലളിതമായി ഇങ്ങനെ ചിന്തിക്കൂ. നിങ്ങളൊരു പക്ഷേ ദൈവമില്ല, ഇതെല്ലാം വിഡ്ഢിത്തരമാണെന്ന് പറയുന്ന വാക്കുകൾ കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ ആരുടെ അടുക്കലാണ് പോകുന്നത്?